Hey guys, assalamualaikum. Welcome back to my channel. So, which was my last video? ഞാൻ തന്നെ മറന്നുപോയി. അത്ര ദിവസമായെന്ന് തോന്നണം ഇപ്പോൾ നമ്മൾ വീഡിയോ ഇടാനായിട്ട്. യെസ്, നമ്മുടെ മിൻഹ മരിയംസ് ക്രെഡിൽ സെറമണി, മഷൂക്കിൻ്റെ ബേബിയുടെ ക്രെഡിൽ സെറമണിക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ, ആ വീഡിയോ ആയിരുന്നു ലാസ്റ്റ്. അതിന് ശേഷം ഇവിടെ 2-3 ഫങ്ഷൻസ് ഉണ്ടായിരുന്നു. കസിൻസ് മാരേജ്, മെഹന്തി, ഗ്രൂം ടു ബി, അറിയാലോ ഒരു മാരേജ് ആകുമ്പോൾ 2-3 ഡേയ്സ് ഫുൾ അതിൻ്റെ പുറകെ ആയിരിക്കും. സോ അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ഒന്ന് ഫ്രീ ആയി. ഇന്ന് ഫ്രീ ആയി എന്ന് പറയാൻ പറ്റൂല, ബിക്കോസ് ഇന്നും കുറേ പണിയുണ്ട്. ടുനൈറ്റ് വി ആർ ലീവിങ് ടു ചിക്ക്മാംഗ്ലൂർ അല്ല, സോറി ഗൈസ്, കൂർഗ്. വി ആർ ഗോയിങ് ടു കൂർഗ് ബിക്കോസ് അവിടെ 15th ഇനോഗ്രേഷൻ ഉണ്ട്. സോ ഇന്ന് ടുഡേയ്സ് 13th, ഇന്ന് പോയാൽ 14th റീച്ച് ആവുള്ളൂ. സോ 14th കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് 15th ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് വിൽ ബി കമ്മിങ് ബാക്ക്. ആൻഡ് സൂൺ ആഫ്റ്റർ ദാറ്റ് 16th എൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ എത്തും, ബിക്കോസ് നമ്മളെ സ്പൈഡർമാൻ്റെ ഫങ്ഷനാണ് ഗൈസ്. നമ്മുടെ സൈഗുൻ്റെ സുന്നത്ത് മങ്ങിയിൽ എന്താ ചെറുതിൽ ഒതുക്കിയെന്ന് എല്ലാവരും ചോദിക്കണ്ടല്ലോ. നമ്മൾ ചെറുതിൽ ഒതുക്കിയിട്ടൊന്നുമില്ല. സുനുമോളിൽ നമ്മൾ നല്ല ഫങ്ഷനായിട്ടാണ് ചെയ്തത്. സൈഗുൻ്റെ അതിൻ്റെ ഡബിൾ ത്രിബിളായിട്ട് നമ്മൾ ചെയ്യും അല്ലേ. ഫാമിലി എല്ലാം വിളിച്ച് കാണില്ല സൈഗുനെ കേട്ടോ. അപ്പോൾ നമ്മളത് വലിയൊരു ഫങ്ഷനായിട്ട് വെക്കാമെന്ന് ഉദ്ദേശിച്ചു. സോ എല്ലാ തിരക്കും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ നാട്ടിൽ ഫങ്ഷൻ ഉണ്ടായിരുന്നു ഒരു സൺഡേ. മിൻഹു ബേബിയുടെ ഇതുണ്ടായിരുന്നു, ബ്രൈഡൽ സെറമണി ഉണ്ടായിരുന്നു. അതിൻ്റെ നെക്സ്റ്റ് ഇവിടെ കസിൻസിൻ്റെ മാരേജ്, അങ്ങനെയൊക്കെ. ബീവിത്തനെ അറിയാമല്ലോ, ബീവിത്തനെ ഫസ്റ്റ് മോൻ്റെ മാരേജ് കഴിഞ്ഞായിരുന്നു 6 months ബിഫോർ. ഇപ്പോൾ സെക്കൻഡ് അവർ ട്വിൻസാണ്. ഒരു മോൻ്റെ കഴിഞ്ഞ് ഇപ്പോൾ ആഫ്റ്റർ 6 months ഇനിയൊരു മോൻ്റെ കല്യാണമായി. അത് കഴിഞ്ഞ് ഇനി അടുത്ത നമ്മുടെ പരിപാടിയാണ്. അത് കഴിഞ്ഞിട്ട് വേറൊരു ഹൗസ് വാമിംഗ് ഒക്കെ സോ ഗൈസ്, പറഞ്ഞ പോലെ ഒരു വലിയ ട്രാജഡി ആണ് ഇപ്പോൾ നടന്നത്. വലിയ ട്രാജഡി അല്ല, സോണയുടെ ഒറ്റയായിട്ട് ഞാൻ വലിയ ട്രാജഡി ആണെന്ന് വിചാരിച്ചത്. ഒന്നുമില്ല ഗൈസ്, ഞാൻ രാവിലെ എബ്ബ് എണീച്ച് പിന്നെ അവൻ്റെ ഡയപ്പർ മാറ്റിയിട്ട് പിന്നെ ഇടൂല, ഡയപ്പർ കുറച്ച് നേരം പിന്നെ കുളിപ്പിച്ചിട്ട് ഇടൂളൂ. അപ്പോൾ ഇപ്പോൾ ഫുഡൊക്കെ കൊടുത്തവനെ വന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാൻ നോക്കുമ്പോൾ കൊച്ചത് ഇങ്ങനെ അപ്പൊ ഞാൻ തോന്നും പാവം. നോക്കുമ്പോ ഈ ഷോർട്സ് നനഞ്ഞ് പാവ സുസ് ഇറിറ്റേഷൻ ആയിട്ട് ഇങ്ങനെ ഇരിക്കണ. ഞാൻ അടുത്ത് വന്നപ്പോ തന്നെ എബിനോട് പറഞ്ഞു നോ നോ നോ. അപ്പൊ അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. ഞാൻ അപ്പിട്ടോണ്ടിരിക്കണെന്ന് മനസ്സിലായില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ക്ലാസ്സും തുറന്നു നോക്കിയപ്പോ അടിയിലൊന്നും കാണാനില്ല. ഷോർട്സ് ആയതുകൊണ്ട് അപ്പിട്ട താഴെ വീഴുവല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിയില്ല. അപ്പൊ ഞാൻ പിന്നെ എല്ലാം ഊരി കഴിഞ്ഞ് ബാക്കി നോക്കിയപ്പോ അപ്പൊ തന്നെ ഞാനപ്പ അവനിഷ്ടമല്ല ഞാനിങ്ങനെ പിടിക്കണത്, ഇങ്ങനെ അപ്പിടുമ്പോ നമ്മ കഴിപ്പിക്കണം, ആരും ഇഷ്ടമല്ല. അപ്പൊ ഞാൻ ഊഴ അതേ ഷോർട്സിൽ തന്നെ കുണ്ടി പിടിച്ചിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ച് അവന് അതും കൊണ്ട് ഞാൻ നടക്കണായിരുന്നു. അപ്പോഴാണ് പക്ഷെ അവന് വാ 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 അവന്റെ കാലത്ത് വന്നപ്പോഴേ ഷോർട്സിലൊക്കെ ആക്കി അതുകൊണ്ട് കളഞ്ഞ് പിന്നെ അവനെ കൊണ്ട് കഴിച്ചിട്ട് പേപ്പർ ഇട്ട് കൊടുത്തു. അല്ലെങ്കിൽ അപ്പി പകുതി വെച്ച് നിന്നു എന്റെ വിഷമം ഒരിക്കലും. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ട്രാജഡി ഒക്കെ. അപ്പോൾ ആർ യു റെഡി ടു ഗോ? പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. എന്ത് പാക്കിംഗ്? ഇന്നാണ് പോയത് നമ്മൾ. ഒരു ഡ്രസ്സും നൈറ്റ് ഡ്രസ്സും പിന്നെ ആ ഡ്രസ്സ് ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ വരാം, അല്ലെങ്കിൽ വേറെ ഡ്രസ്സിൽ മാറിയിട്ട് ഇങ്ങനെ വരാം. വല്ല പാക്കിംഗ് ഒന്നും ഇല്ല, ജസ്റ്റ് രണ്ട് ഡ്രസ്സും സിമ്പിളായിട്ട്. സോ യാ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ വെക്കേഷൻസ് ഒക്കെ എങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെ? ഇവിടെ എന്തായാലും അടിപൊളിയാണ്. വെക്കേഷൻ 2 മാസം പോയത് അറിഞ്ഞില്ല. അങ്ങോട്ട് ട്രാവൽ അധികം ചെയ്യാൻ പറ്റിയില്ല. വേറെ നമ്മൾ ഇങ്ങനത്തെ ഫംഗ്ഷന് വേണ്ടി അല്ലാതെ ട്രിപ്പായിട്ട് പോകാൻ പറ്റിയില്ല. കാര്യം ട്രാവൽ ചെയ്യാൻ പറ്റിയില്ല, ഫുൾ ട്രാവലിംഗ് ആയിരുന്നു. ട്രിപ്പ് പോകാൻ പറ്റില്ല. കാര്യം ഫംഗ്ഷൻസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഈ മാസത്തെ ഈ പ്രാവശ്യത്തെ ഇതിങ്ങനെയൊക്കെ ആയി. ഇൻഷാല്ലാ അടുത്ത സമ്മർ വെക്കേഷൻ അതിൻ്റെ ഇടയിൽ ഒരു 10 ദിവസം കിട്ടുമല്ലോ. ക്രിസ്മസ് ഓണത്തിൻ്റെ ഒക്കെ ഒരു 10 ദിവസം കിട്ടും. അപ്പോഴും ഫംഗ്ഷൻ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലൊക്കെ പോകാം. യെസ്, അപ്പോൾ ഇന്നത്തെ അടിപൊളി നാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇരിക്കുകയാണ്. സൈഗു ഇപ്പോൾ ഫ്രഷ് ആവാൻ പോയി ആസ് യൂഷ്വൽ. എപ്പോഴും വെക്കേഷൻ മാത്രമല്ല, സ്കൂളിലിരിക്കുമ്പോഴും അവരുടെ സ്റ്റഡീസാണ് മെയിനായിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഈ വെക്കേഷൻ ടൈമിൽ എവ്രിബഡി വിൽ ബി ലൈക്ക് വെക്കേഷൻ അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി കളിക്കുക അല്ലെങ്കിൽ TV കണ്ടുകൊണ്ടിരിക്കുക, അങ്ങനെ ആയിരിക്കും എല്ലാവരും തോട്ട്. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ
കുറച്ച് സ്ട്രിക്റ്റ് ആക്കിയിരിക്കണതാണ്. വെക്കേഷനിലും കുറച്ച് ഇരുന്ന് പഠിക്കണം, ബിക്കോസ് അടുത്ത ക്ലാസ് പോകുമ്പോൾ ദാറ്റ് വുഡ് ബി ഈസി ഫോർ ദാം. അപ്പോൾ സൈഗിന് കുറച്ച് ലെറ്റേഴ്സൊക്കെ പെട്ടെന്ന് മറന്നു പോകും. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം വെക്കേഷനിലും അവർ ട്യൂഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ട്യൂഷൻ ക്ലാസ് എന്ന് പറയുമ്പോൾ സോനുൻ്റെ ചാനലിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ടീം ഇൻ്റർവെല്ലാണ് ക്ലാസ് എടുക്കുന്നത്, സൈഗിനും ആവട്ടെ സുനുനും ആവട്ടെ. സോ ദാറ്റ് വെക്കേഷനിലും ദിൽ നോട്ട് ഫോർഗെറ്റ് തിങ്സ്, പഠിച്ചതൊക്കെ മറക്കൂല. കിഡ്സ് ആകുമ്പോൾ പെട്ടെന്ന് മറന്നു പോകുമല്ലോ. അപ്പോൾ ഇപ്പോഴും അവന് ഫ്രഷ് ആകാൻ പോയിരിക്കുന്നതാണ്. ഫ്രഷായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യും. എന്തായാലും ഞാൻ ഈ ക്ലാസ് അവൻ്റെ അടുത്ത് പറയണമെന്നില്ല. ടൈം ആകുമ്പോൾ തന്നെ ഹിൽ ബി റെഡി ഫോർ ദാറ്റ്. ബുക്സൊക്കെ എടുത്ത് വന്നിട്ട് ഹിൽ ബി വെരി റെഡി ഫോർ ദാറ്റ്. ബിക്കോസ് അത്രയ്ക്ക് ഇഷ്ടമാണ് ട്യൂട്ടറിനെ. ബിക്കോസ് അത്രയ്ക്ക് പാമ്പറിങ് ചെയ്തിട്ട് അവൻ്റെ കാര്യം അത്ര നന്നായിട്ട് നോക്കിയിട്ടാണ് പഠിപ്പിക്കുന്നത്. സോ സൈവ് എന്തായാലും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ. So there you go. Today we are discussing about a poem. Okay. So I will show you a poem. Are you ready to read? Yes. Okay. Okay. So please read this, Zaigu. Good Come on. morning, sky. Yes. Good morning, sun. Good morning, little vines that run. Wings that run. Wings Okay. that run. Good morning, birds. Good morning, trees, and creeping grass and brownie bees. Yes. How did you find out it was there? Who told you night had gone away? Yes. കണ്ടില്ലേ സൈഗു എത്ര ഹാപ്പി ആയിട്ടാണ് ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. ലൈക്ക് ആ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ ഫോഴ്സ് ചെയ്യേണ്ട കാര്യമില്ല. ചില കാര്യത്തിലൊക്കെ പിള്ളേരെ നമ്മൾ വേണ്ട ഫോഴ്സ് ചെയ്യാൻ. ഇതിൽ സൈഗുൻ്റെ അങ്ങനത്തെ ഒരു വിഷയമേ ഇല്ല. ബിക്കോസ് ഹീ ലവ് ടു അറ്റൻഡ് ദിസ് ക്ലാസ്. ബിക്കോസ് അത്ര നന്നായിട്ടാണ് ട്യൂട്ടർ അവനെ ട്രീറ്റ് ചെയ്യണതും എൻഗേജ്ഡ് ആയിട്ട് വെക്കുന്നതും. ഹീ ഈസ് വെരി ഹാപ്പി അറ്റൻഡിങ് ടീം ഇൻ്റർവെൽസ് ക്ലാസ്. ആ ഒരു ടൈം ആകുമ്പോൾ അവൻ തന്നെ ബുക്കൊക്കെ കൊണ്ടുവരും, അവൻ തന്നെ ഇതാക്കും. പിന്നെ ഈ ക്ലാസ്സിന് ചേർത്തുന്ന മുമ്പ് സൈഗിനൊരു അസസ്മെൻറ്റ് ടെസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അവർ. എല്ലാ പിള്ളേർക്കും വെക്കും. ബിക്കോസ് അവരുടെ ഒരു ബേസ്, അവർക്ക് എത്ര നോളജ് ഉണ്ട്, ഏത് ഗ്രൂപ്പിലാണ് അവരെ ചേർത്തേണ്ടതെന്ന് അറിയണമല്ലോ. അതുകൊണ്ട് ഒരു അസസ്മെൻറ്റ് ക്ലാസ് വെക്കും. അത് വെച്ചിട്ട് അവൻ്റെ ഒരു കാലിബർ അനുസരിച്ചിട്ടായിരിക്കും അവർ ക്ലാസ് എടുക്കുന്നത്. ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നുണ്ട് സൈഗുണ്ടയിൽ. പിന്നെ നമ്മളെന്ന് പറയുമ്പോൾ എവറി ടൈം വി ട്രാവൽ റൈറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും ടൈമിങ്സ് ആണ് പ്രശ്നം. ഇപ്പോൾ നമുക്ക് ഓഫ്ലൈൻ ട്യൂഷൻ ക്ലാസ് ആണെങ്കിൽ ഒറ്റ ടൈമിങ്സ് ഉണ്ടാവുള്ളൂ. ആ ടൈമിങ്സിൽ വേണം നമ്മൾ പോകാൻ. പിന്നെ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ അല്ലല്ലോ. ട്യൂഷൻ ക്ലാസ്സിലാണെങ്കിലും ഒരു ടീച്ചർ തന്നെ ആയിരിക്കും ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിന് എടുക്കണത്. അപ്പോൾ ഇതിൽ ദ മെയിൻ തിങ് ഈസ് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ളതാണ് മെയിൻ തിങ്. അത് സോ ദാറ്റ് ദേ ക്യാൻ കോൺസെൻട്രേറ്റ് മോർ ഓൺ ദ ചൈൽഡ്. അപ്പോൾ ഇതിൽ ആ ഒരു ഇതാണ് മെയിൻ തിങ്. ആൻഡ് സൈഗ് ഇസ് വെരി ഹാപ്പി വിത്ത് ഹിസ് ട്യൂട്ടർ. പിന്നെ നമ്മൾ കൺവീനിയൻറ്റ് ടൈം അനുസരിച്ചിട്ട് ഇപ്പോൾ നമ്മൾ പുറത്ത് പോകണമെങ്കിൽ വിൽ ജസ്റ്റ് ഇൻഫോം ദം. ഇന്ന് നമ്മൾ ഇത്ര ലേറ്റ് ആവും, ഇത്ര മണിക്ക് ക്ലാസ് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ദിൽ ബി ലൈക്ക് ഓക്കെ, നോ പ്രോബ്ലം. ഏത് ടൈമിലും ദേ ആർ ഓക്കെ ടു ടേക്ക് ദ ക്ലാസ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് റിയലി ഹെൽപ്ഫുൾ. സൈഗു അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ക്ലാസ് റൂം കോഴ്സാണ്. ഇത് 1st സ്റ്റാൻഡേർഡ് ടു 12th സ്റ്റാൻഡേർഡ് വരെ ഉള്ള കുട്ടികൾക്കും അവൈലബിൾ ആണ്. പിന്നെ സ്റ്റേറ്റ്, CBSE, ICSE എല്ലാ ടൈപ്പ് ഓഫ് കോഴ്സ് ഇവരുടെ അടുത്തുണ്ട്. എല്ലാ സ്റ്റുഡൻസിന് പറ്റിയ കോഴ്സ് ഇവരുടെ അടുത്തുണ്ട്. സൈഗു ഇപ്പോൾ 3rd സ്റ്റാൻഡേർഡ് ആണ് ഇനി. അപ്പോൾ ക്ലാസ്സസിൽ എന്തൊക്കെ നടക്കും, ലൈക്ക് ക്ലാസ് ടെസ്റ്റ് ഉണ്ടാവും, ചാപ്റ്റർ വൈസ് ടെസ്റ്റ് ഉണ്ടാവും, പിന്നെ യൂണിറ്റ് ടെസ്റ്റ്, വേറെ ടെസ്റ്റ് എക്സാംസ് ഒക്കെ ഉണ്ടാവില്ല. ആൻഡ് ആഫ്റ്റർ ദാറ്റ് പേരൻസ് മീറ്റിംഗ് അങ്ങനെയൊക്കെ സെയിം തിങ് ഇതിലുമുണ്ട്. പക്ഷേ ഇവിടെ ഒരു മെയിൻ തിങ് എന്താണെന്ന് പറഞ്ഞാൽ ക്ലാസ് റൂംസിലാകുമ്പോൾ ഓവറോൾ സ്റ്റുഡൻസിന് ഒരു ടീച്ചർ നോക്കുമ്പോൾ ദേ കാൺ കോൺസെൻട്രേറ്റ്. എല്ലാവരുടെ അടുത്തും ഇങ്ങനെ പോയി അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ബിക്കോസ് ആ ഒരു പെർട്ടിക്കുലർ കൊടുത്ത ടൈമിൽ എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കണം. ഇറ്റ്സ് വെരി ടഫ്. പക്ഷേ ഇവിടെ ഒരു ട്യൂട്ടർ ആകുമ്പോൾ എൻറ്റയർലി ഒരു കിഡിനെ മാത്രം ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കുമ്പോൾ
നല്ല ചേഞ്ചസ് ആണ് വരാൻ പോകുന്നത്. സൈന് തന്നെ ഇപ്പോൾ നല്ല ചേഞ്ചസ് ആണ്. ഇപ്പോൾ സുനുനും അടിപൊളി ചേഞ്ചസ് ആണ് കേട്ടോ. ബിക്കോസ് ഷീസ് ഇനി 9th-ലോട്ടാണ്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്ലാസ് 9th 10th എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്ത ശേഷം ദർസ് ലോട്ട്സ് ഓഫ് ചേഞ്ചസ് രണ്ട് പേരിലും. അത് മോസ്റ്റ് പ്രൊബാബ്ലി ഒരു ട്യൂട്ടർ അവർക്ക് പെർട്ടിക്കുലറായിട്ട് ഇങ്ങനെ ഇരുന്ന് പഠിപ്പിച്ചു കൊടുക്കണമുണ്ടായിരിക്കും. ആൻഡ് ദേ ആർ വെരി പൊലൈറ്റ് കാമായിട്ടാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. സോ ഈ കിഡ്സിന് ദ വെരി ഇൻട്രസ്റ്റഡ്, മനസ്സിലായില്ലേ, നല്ല ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് പഠിക്കുന്നത്. നമ്മളിനി വെക്കേഷൻ കഴിയട്ടെ, വെക്കേഷനിൽ പിള്ളേർ എൻജോയ് ചെയ്യട്ടെ, പിന്നെ നോക്കാം, ക്ലാസ് റീ ഓപ്പൺ ആകുമ്പോൾ നോക്കാമെന്നൊക്കെ വെച്ചുകൊണ്ടിരുന്നാൽ ഇറ്റ്സ് റിയലി ടൈം വേസ്റ്റ് എന്ന് പറയാം. ബിക്കോസ് വെക്കേഷൻ കളിക്കാനും ചിരിക്കാനും ഒക്കെയാണ്, കറങ്ങാനൊക്കെയാണ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഫോക്കസ് ഓൺ സ്റ്റഡീസ്. അപ്പോൾ എസ്പെഷ്യലി 9th 10th ഒക്കെയുള്ള പിള്ളേർ ഈ വെക്കേഷൻ ടൈമിൽ തന്നെ ചെയ്യണത് അടിപൊളിയായിരിക്കും, പഠിക്കുന്നത് അടിപൊളിയായിരിക്കും. ആൻഡ് ഫോർ ദാറ്റ് യു ഹാവ് ടു ഓപ്റ്റ് ടീം ഇൻ്റർവൽ. ബിക്കോസ് അത്രയ്ക്ക് നന്നായിട്ടാണ് അവർ നിങ്ങളെ ട്രെയിൻ ചെയ്യണത്, പഠിപ്പിക്കണത്. ഓരോ സബ്ജക്റ്റ് ആയാലും നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വന്നാലും ദേ ആർ വെരി ഫ്രീ ടു സേ. എത്ര പ്രാവശ്യം നിങ്ങൾ ചോദിക്കണമെങ്കിലും ഒരു മടിയില്ലാതെ ദേ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് നീറ്റ്ലി. ഇവർ രണ്ടുപേർ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ പല ടൈമിൽ നോക്കാറുണ്ട്, ദേ ആർ വെരി പൊലൈറ്റ് കാമായിട്ട് ഇങ്ങനെ എത്ര പ്രാവശ്യം ചോദിച്ചാലും നന്നായിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. സോ വെക്കേഷനിൽ ഇങ്ങനെ ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ യു ഗൈസ് ക്യാൻ ജോയിൻ ടീം ഇൻ്റർവൽ. നമ്മളെ വ്ളോഗിൽ തന്നെ പല ടൈമിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോനയുടെ വ്ളോഗിൽ എത്ര പ്രാവശ്യം നമ്മൾ കാണിച്ചിട്ടുണ്ട്. Okay, good. So, Regu, do you know what is rhyming words? Yeah. Rhyming words are words that have the same end. For example, cat, hat, fun, sun. ടീം ഇൻ്റർവെല്ലിൽ ഈ ക്ലാസ് മാത്രമല്ല, ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ഉണ്ട്. അതിൽ കിഡ്സിന് ഇപ്പം പല കിഡ്സിനും വായിക്കാനും എഴുതാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ചില പിള്ളേർക്ക് പാവം അറിയാം, എഴുതാനൊക്കെ അറിയാം, പക്ഷെ വായിക്കാൻ കുറച്ച് ഇങ്ങനെ ചമ്മലും അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ സോ അതൊക്കെ ഒന്ന് ബേസൊക്കെ പ്രോപ്പർ ചെയ്യാൻ വേണ്ടി ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട്. അത് ഈ വെക്കേഷനിൽ നിങ്ങൾ ജോയിൻ ചെയ്യണമെങ്കിൽ ഇറ്റ് വുഡ് ബി മോർ ഹെൽപ്ഫുൾ നിങ്ങൾക്ക് ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ആകുമ്പോൾ. സോ you can join the foundation course. Play, say, night, light. Okay, very good. Okay. So as a parent we have to give them a good education. That's the main thing. അപ്പോൾ ടീം ഇൻ്റർവെല്ലിൻ്റെ ഡീറ്റെയിൽസ് എന്തായാലും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്യാം ആൻഡ് ഡിസ്ക്രിപ്ഷൻസിൽ അവരുടെ ഡീറ്റെയിൽസ് ഇടാം. ഇഫ് യു ഗൈസ് വോണ്ട് യു ക്യാൻ ജോയിൻ. നിങ്ങളുടെ പേരൻസ് നിങ്ങളുടെ കിഡ്സിന് വേണ്ടിയിട്ട് നല്ലത് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എഡ്യൂക്കേഷൻ, അതാണ് മെയിൻ തിങ്. അപ്പോൾ ഈ ട്യൂഷൻ കൊടുക്കും ആൻഡ് യു ഡെഫിനറ്റ്ലി ഫീൽ ദ ഡിഫറൻസ്. നിങ്ങൾക്ക് നല്ലൊരു ഡിഫറൻസ് ആയിരിക്കും നിങ്ങളെ കിഡ്സ് ഫീൽ ചെയ്യാൻ പോണത് ഇൻഷാല്ലാ. അപ്പോൾ ഇനി എനിക്ക് കുറച്ച് പേര് അധികം പണിയൊക്കെ ഉണ്ട്, അതൊക്കെ തീർത്തിട്ട് വേണം പാക്കിങ്ങിലോട്ടൊക്കെ പോവാൻ. സോ സൈവ് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യട്ടെ. സോ എനിക്കിനി അടുത്ത കാര്യം നോക്കാം. യെസ് ഗൈസ്, അങ്ങനെ ഞാൻ താഴെ നിന്ന് മുകളിലോട്ട് വന്ന് ഞാനിപ്പോൾ പർഗോള ഒരു ബെഞ്ചിലിരിക്കണതാണ്, വർക്കൗട്ട് ചെയ്യണം ബെഞ്ചിലിരിക്കണതാണ്. പർഗോള ഇപ്പോൾ 2 days-ആയി ക്ലീൻ ചെയ്യാതെ. ഇവിടെ നമുക്ക് ബൊഗൈൻ വില്ല ഉണ്ടല്ലോ, ബൊഗൈൻ വില്ല തന്നെ, ബൊഗൈൻ വില്ല ദാറ്റ് ഫ്ലവർ. അപ്പോൾ അതിൻ്റെ ഫ്ലവേഴ്സ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. അപ്പോൾ എത്ര ക്ലീൻ ചെയ്താലും വീണ്ടും അത് വരും. ഞാനെപ്പോഴും ഇങ്ങനെ അടിച്ചിടാറുണ്ട്. പിന്നെ 2-3 ദിവസം കഴിയുമ്പോൾ തുടച്ചെടുക്കും നല്ലോണം. പൊടിയുണ്ട് നല്ലോണം, അപ്പോൾ അതും തുടച്ചെടുത്താലേ ക്ലീൻ ആവുള്ളൂ. സോ ഇന്ന് ഞാൻ അത് ചെയ്യാനാണ് വന്നത് മുകളിൽ. അപ്പോൾ ദ തിങ് ഈസ് നമ്മളിന്ന് പോകണുണ്ട്. അപ്പോൾ ഇന്ന് ചെയ്ത് കാര്യമില്ല, വർക്കൗട്ടും ചെയ്യൂലല്ലോ, പോണേയല്ലേ. അപ്പോൾ പോയി വന്നിട്ട് ചെയ്യണമായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഈ ഫ്ലവേഴ്സൊക്കെ ഒന്ന് അടിച്ചിടണം. തുടക്കണ ഇന്ന് വേണ്ട, ബിക്കോസ് പോയി വന്ന് ചെയ്യണമായിരിക്കും നല്ലത്. അപ്പോൾ അത് വേണ്ടാന്ന് ഡിസൈഡ് ചെയ്ത സ്ഥിതിക്ക് വാട്ട് എൽസ് ഞാൻ ചെയ്യണം,
രാവിലെ തന്നെ അടിച്ചൊക്കെ ഇട്ടതാണ് വീടൊക്കെ. ഞാനത് രാവിലെ താഴെ എണീച്ചിട്ട് താഴെ പോണ മുമ്പ് തന്നെ ഞാനത് ചെയ്യും. എന്നിട്ട് എബുനെ എണീപ്പിച്ച് അവരെ ബ്രഷൊക്കെ ചെയ്ത് കുളിപ്പിച്ചിട്ടാണ് താഴെ പോണത്. എന്നിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണം. ഇവിടെ ഈവനിങ് ടൈം നല്ല കാമായിട്ട് ഇരിക്കാൻ പറ്റും. ഇപ്പോൾ ഇറ്റ്സ് വെരി ഹോട്ട്. ഈ ചൂടത്ത് ഞാനിവിടെ ക്ലീനും ചെയ്താൽ നല്ല രസമായിരിക്കും. അപ്പോൾ നമുക്ക് ഇനോഗ്രേഷന് എന്ത് ഡ്രസ്സ് ഇടണം? ദിസ് ടൈം ഐ തോട്ട് വെരി ലൈറ്റ് ആൻഡ് സിമ്പിളായിട്ടുള്ള ഇടാമെന്ന് വിചാരിച്ചു. മോസ്റ്റ് പ്രൊബാബ്ലി സൽവർ ആയിരിക്കും ഞാൻ ഇടാൻ പോണേ. ഇവിടെ ഇരിക്കണ കൊണ്ടിട്ട് വണ്ടിയുടെ ശബ്ദം നന്നായിട്ട് കേൾക്കും. ബിക്കോസ് ഇറ്റ്സ് ഓപ്പൺ ഏരിയ റൈറ്റ്. അപ്പോൾ എൻ്റെ പ്ലാൻ ഗൗൺ ഇടാനായിരുന്നു. ഐ ടുക്ക് ദ മെറ്റീരിയൽ, ഗീവ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്ത്, എന്നിട്ട് മെറ്റീരിയൽ മതിയാവാണ്ട് അത് കിട്ടിയില്ല. അവർ എക്സ്ട്രാ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ അത് നമ്മളെ ടൈമിൽ കിട്ടൂല. സോ പ്ലാൻ മൊത്തത്തിൽ പാളി. അപ്പോൾ ഇപ്പോൾ 2-3 സൽവാർ ഇടാത്തതുണ്ട്. സോ ഐ തോട്ട് അത് ഇടാം. ഗൗണും സിമ്പിളായിരുന്നു, നോ ഡെക്കറേഷൻസ് ആൻഡ് ഓൾ. അതിൽ സിമ്പിളായിട്ടുള്ള ഒരു സാറ്റിൻ പീസ് എടുത്തിട്ട് ഗൗൺ സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ കൊടുത്ത മോഡൽ ആ മെറ്റീരിയൽ മതിയാവില്ല. ഐ ടുക്ക് 5 meters. ദേ നീഡ് 6.5 meters ഐ ഗസ്. പിന്നെ സ്റ്റിച്ച് ചെയ്യുന്ന ആളെടുത്തിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ നിന്ന് ഭയങ്കര ലോങ്ങും ആണ്. അപ്പോൾ ഐ തോട്ട് ഓക്കെ, ആ പ്ലാൻ പോയി. അപ്പോൾ ഉള്ള സൽവർ എന്തെങ്കിലും ഇടാം. ഒരു പാകിസ്ഥാനി സൽവർ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിടാൻ എനിക്കൊരു മൂടില്ല. വേറെ 1-2 സൽവേഴ്സ് ഉണ്ട്. അതിലേതായാലും ഒന്നിടും. ആൻഡ് ഇറ്റ് വിൽ ബി വെരി വെരി സിമ്പിളായിരിക്കും, ബട്ട് നോ പ്രോബ്ലം. അപ്പോൾ കൂർഗിൽ നമ്മളൊരു കെഫേ ആണ്, കെഫേ ടോസ് എന്നുള്ളൊരു കെഫേ ഇനോഗ്രേഷനാണ് പോണേ. അവിടുത്തെ ആൾക്കാർ, അടുത്തുള്ള ആൾക്കാരെ എല്ലാവരും വെൽക്കം ചെയ്യുന്നു. യു ക്യാൻ കം ദെയർ. വി ക്യാൻ മീറ്റ് 15th 10 o'clock രാവിലെ. അപ്പോൾ യു ക്യാൻ കം ദെയർ, വി ക്യാൻ ടോക്ക്, മീറ്റ്. അടിപൊളിയായിരിക്കും. സോ യാ, അപ്പോൾ ഞാനിനി ഡ്രസ്സ് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് പാക്കിങ് ചെയ്യാം. എപ്പോഴും സുനുനായിട്ട് കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ദിസ് ദ ബെസ്റ്റ് ടൈം എനിക്ക് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ലെറ്റ് മീ ഗോ. സോ ഗൈസ്, ഐവ് ഗോട്ട് സം ന്യൂ ഡ്രസ്. ഇങ്ങനെ ഇടാതെ അലമാരിയിൽ വെക്കണം കൊണ്ടിട്ട് ഇടയ്ക്ക് ഒരു ഉപകാരം വരുമ്പോൾ ഡ്രസ്സ് ഉണ്ടാവും. അവിടെ ഉണ്ട്. അത് ഡീറ്റെയിൽ ആയി ഞാൻ കാണിക്കാനുള്ള, ബിക്കോസ് നിങ്ങൾ ഇനോഗ്രേഷൻ വീഡിയോയിൽ കണ്ടാൽ മതി. പിന്നെ എക്സ്ട്രാ ഒരു സൽവാറും എടുത്ത് വെച്ച്, സൽവാർ എന്തായാലും ഇടാനുള്ള. ഇതൊരു സ്കേർട്ട് ആൻഡ് ടോപ്പാണ്, അടിപൊളിയാണ്. ഐ തിങ്ക് 1 year ആയെന്ന് തോന്നുന്നു മേടിച്ചിട്ട്. ഞാൻ ഇട്ടിട്ടില്ല ഇതുവരെ. അപ്പോൾ അത് ഞാൻ പാക്ക് ചെയ്യട്ടെ. എക്സ്ട്രാ സൽവാർ എടുത്തത് ഞാൻ കാണിച്ചു തരാം. സോ ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തൊരു സൽവാറാണ്, കോട്ടൺ സൽവാർ. ഇറ്റ്സ് ഗുഡ് ആക്ച്വലി, നല്ല പ്രിറ്റി വൺ. ഈ ഒരു സൽവാർ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് 1 day ബിഫോർ ആണല്ലോ നമ്മളവിടെ പോണേ. അപ്പോൾ അവിടെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടാവും, പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് പ്ലാനില്ല, ബട്ട് സ്റ്റിൽ തിന്നാനും കുടിക്കാനും ഒക്കെ പോകണ്ടേ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ യാ, ഇനി അത് മടക്കി ബാഗിൽ വെക്കട്ടെ. എൻ്റേത് കഴിഞ്ഞിട്ട് വേണം എബുവിൻ്റെ ഒക്കെ പാക്ക് ചെയ്യാൻ. എബുവിന് എന്തായാലും ഒരു 3-4 days ഡ്രസ്സ് എടുക്കണം, ബിക്കോസ് ഈസ് എ കിഡ് റൈറ്റ്. അപ്പോൾ നമുക്ക് എടുക്കണം പോലെ അവർക്ക് എടുക്കാൻ പറ്റൂല. നമുക്കിപ്പോൾ 1 day ആണെങ്കിൽ ഒരു 2 dress മതി. അവർക്ക് നമ്മുടെ ഡബിൾ എടുക്കണം. ദാറ്റ്സ് ടോഡ്ലേഴ്സ്. എബു അങ്ങനെ ഗലീജ് വൃത്തികേടൊന്നും ആക്കാറില്ല ഡ്രസ്സിൽ. സോ യാ, അങ്ങനെ അത്യാവശ്യം പാക്കിംഗ് ഒക്കെ ചെയ്ത് വിശക്കാൻ തുടങ്ങി. എബുവിൻ്റെ സ്റ്റിൽ ചെയ്യണം, എൻ്റെ അത്യാവശ്യം ചെയ്ത് ഐ തോട്ട് ഫുഡ് കഴിക്കാം. സോനി അമ്മയായിട്ടൊരു ചേന ഉണക്കമീനൊക്കെ ഇട്ടിട്ട് ഒരു കറി വെച്ചിട്ടുണ്ട്. എനിക്കിഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കറി. കാണിച്ചു തരാം. ഓംലേറ്റ് ആൻഡ് ഓൾ. ഓംലേറ്റ് ഇപ്പോൾ ഉണ്ടാക്കി. സോ ഇത് വെച്ചിട്ട് അടിപൊളിയായിട്ട് ലഞ്ച് കഴിച്ചിട്ട് ഇനി ബാക്കി പരിപാടി നോക്കാം. യമ്മി.
പിന്നെ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം ഷെയർ ചെയ്യാൻ വിട്ടുപോയതല്ല, പിന്നെ ആ ഒരു വിഷമം ടെൻഷനിൽ പിന്നെ വ്ളോഗ് ചെയ്തിട്ടില്ലായിരുന്നു. എന്നാണ് ഇച്ചിരി ഞാൻ ഓക്കെ ആയത്. അപ്പോൾ കാര്യം എന്താണെന്ന് ഞാൻ പറയാം. വലിയൊരു ട്രാജഡി ആണ് ആക്ച്വലി അത്. വാസ് നെവർ എക്സ്പെക്റ്റിങ് അങ്ങനെ ആവാൻ, പക്ഷേ നടന്നു. എന്നാൽ ഞാൻ ലഞ്ച് കഴിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് പറയാം. ഓക്കെ, മീറ്റ്. യെസ്, അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. എൻ്റെ എബുക്കും ഫുഡ് കൊടുത്തു. ആദ്യം അവനാണ് കൊടുത്തത്. ഞാൻ ഫുഡ് നല്ല പങ്കർവ ഇങ്ങോട്ട് ബേബിപ്പ. എൻ്റെ കുഞ്ഞിയുടെ കൈ കണ്ട, 2 കൈ കണ്ട, 2 കയ്യിൽ എന്തെങ്കിലും മിസ്സിങ് കാണുന്നുണ്ടോ നിങ്ങൾ? കട്ടിക്കുള്ള ഒരു വള, സ്വർണത്തിൻ്റെ വള, കട്ടിക്കുള്ള ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നില്ല. എപ്പോൾ ഇട്ടുകൊണ്ട് നടന്നു വരുന്ന കൊച്ചല്ലേ അത്. അന്ന് ഇപ്പം ഞാൻ പറഞ്ഞല്ലേ 3 ദിവസമായിട്ട് ഫങ്ഷൻ ഉണ്ടായിരുന്നു എന്ന്. ദിവ്യത്തയുടെ മോൻ്റെ ഗ്രൂം ടു ബി, മെഹന്തി, കല്യാണം. ഗ്രൂം ടു ബി വീട്ടിലായിരുന്നു. അന്ന് ഈവനിങ് നമ്മൾ വീട്ടിലോട്ട് പോയി. പോണ വഴിക്ക് അന്ന് ആഫ്റ്റർനൂൺ ഇവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പോണ വഴിക്ക് തന്നെ വണ്ടിയിൽ ഉറങ്ങിയ കൊച്ചിനെ ആ വീട്ടിൽ പോയി. നമ്മുടെ ഫാമിലി എങ്ങനെയാണ് കൊച്ചിനൊക്കെ എടുത്തണേ. യൂഷ്വലി അവന് ഉറങ്ങിയില്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് മാറാറില്ല, അറിയാലോ നിങ്ങൾക്ക്. എപ്പോൾ നോക്കിയാലും എൻ്റെ കൈ തന്നെ ആയിരിക്കും. അന്ന് കൊച്ചു ഉറങ്ങിയല്ല എന്ന് പറഞ്ഞിട്ട് അവൻ ഉറങ്ങുമ്പോഴാണ് എനിക്ക് ആൾക്കാരോട് സംസാരിക്കാൻ പറ്റണേ. ഇല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ പോലും പറ്റാറില്ല. ഫുൾ ടൈം അവൻ എൻ്റെ കൂടെ ആയിരിക്കുമല്ലോ. അവൻ്റെ കാര്യം കഴിഞ്ഞ് ലെറ്റ്സ് ഗോ ബേബി വെയിറ്റ്. അവൻ്റെ കാര്യം കഴിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ബാക്കിയുള്ളത് നോക്കുന്നത്. അപ്പോൾ അന്ന് എന്താ ഇത് ഉറങ്ങിയ കൊച്ചല്ലേ എന്ന് പറഞ്ഞ് റൂമിലേക്ക് എടുത്തിട്ട് ഇപ്പുറത്തെ റൂമിൽ നമ്മൾ കുറച്ച് പെണ്ണുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സംസാരിച്ചിട്ട് എല്ലാവരോടും സംസാരിക്കണമായിരുന്നു. എന്നിട്ട് അവിടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ വന്ന് നമ്മൾ റിട്ടേൺ. വീട്ടിൽ വന്നിട്ട് അതുവരെ അവൻ ഉറക്കം തന്നെയായിരുന്നു, എണീച്ചിട്ടില്ലായിരുന്നു. പെട്ടെന്ന് കഴിഞ്ഞ് പരിപാടി, ഒരു 1/2 hour 1 hour എല്ലാം പരിപാടി കഴിഞ്ഞ് നമ്മൾ റിട്ടേൺ വന്ന് വീട്ടിൽ വന്നിട്ട് അവന് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ട്രാജഡി പറയണേ, ട്രാജഡി അല്ല. അവിടെ ഇരിക്കണമൊക്കെ ഒരാള്. അപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വീട്ടിൽ വന്നിട്ട്, എന്നിട്ട് ഫുൾ സ്ലീവ് ആയിരുന്നു അന്ന് അവൻ ഇട്ടത്. സോ ഡ്രസ്സ് ഊരിയിട്ട് ഒരു കൈ നോക്കുമ്പോൾ ലൈക്ക് വളയില്ല കൊച്ചിന്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഡ്രസ്സ് ഊരുമ്പോ കൈ സ്ലീവിലായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. നോക്കുമ്പോ വളയില്ല എന്ന് പറയുമ്പോ അപ്പോഴും ഞാൻ ചിരിച്ചോണ്ടേ പറയണേ. ബിക്കോസ് എന്റെ മൈൻഡിൽ ഫുൾ ആ ഇതിന്റെ ഉള്ളിൽ ഉണ്ടെന്ന്, ടീഷർട്ടിൽ ഉണ്ടെന്ന്. അപ്പൊ ആ ടീഷർട്ട് ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ അതിലില്ല. അപ്പൊ സോണി ഇപ്പഴത്തെ കൈ നോക്കി പറയണേ അപ്പൊ അത് ഉറപ്പല്ലേ ആർക്കെങ്കിലും അത് ഇതായതാന്ന്. അത്ര ബുദ്ധിയില്ലാത്ത ആൾക്കാരാണ് അത് എടുത്തിട്ടുള്ളതെന്ന്. അപ്പൊ തന്നെ എന്റെ മനസ്സിലേ നല്ലോണം നൊന്ത്, നല്ലോണം എനിക്ക് വിഷമായി. ബിക്കോസ് ഉറങ്ങിക്കിടക്കണ കൊച്ചായിരുന്നു അവൻ. നമ്മളിത് ഗോൾഡാ, നമ്മൾ അറിയാതെ അവിടെ ഇവിടെ വെച്ചിട്ട് ആരെങ്കിലും എടുക്കണാണെങ്കിൽ വെച്ച് പോയതാണെങ്കിൽ കുഴപ്പമില്ല. ഒന്നും അറിയാത്ത ആ പൈതൽ, ഉറങ്ങണ ആ പൈതലിന്റെ കയ്യിൽ നിന്ന് അത്ര നാണക്കെട്ട ആൾക്കാർ ആരായിരിക്കും അത് എടുത്തത്? നമുക്ക് പല ആൾക്കാരോടും ഡൗട്ട് ഉണ്ട്. നമ്മൾ അതിനു വേണ്ടിയുള്ള ഇതൊക്കെ എടുത്തിട്ടുണ്ട്, ആക്ഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. എന്തായാലും അവർക്ക് പണി കിട്ടും. ആ ആക്ഷൻസ് ലീഗൽ ആക്ഷൻ അല്ലാതെ ഞാൻ മനസ്സ് നൊന്നിട്ട് പഠിച്ചോണ്ടെടുത്ത് ചോദിച്ചിട്ടുണ്ട് അതെനിക്ക് അറിയണമെന്ന്. ഇന്നാ നാളെ അത് ഞാൻ അറിഞ്ഞിരിക്കും. ഇതിനു മുമ്പ് എനിക്ക് ഇങ്ങനത്തെ പല ഇഷ്യൂസ് വന്നപ്പോഴും ദുആത്തിന് അറിയാമല്ലോ നിങ്ങൾക്ക്, ദുആത്തിന് എത്ര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, അതിനെത്ര പവർ ഉണ്ടെന്ന് അത് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് അറിയാം. ഞാൻ പലതും അങ്ങനെ ദുആ ചെയ്തിട്ട് എനിക്കത് കിട്ടിയിട്ടുമുണ്ട്, ഇങ്ങനെ മോശമായ കാര്യങ്ങൾ അറിഞ്ഞിട്ടും ഉണ്ടോ ആരാ ചെയ്തത്. ഇത് ഞാൻ അത്രയ്ക്ക് എൻ്റെ തിങ്സ് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് അത്ര വിഷമം ഉണ്ടാവൂലായിരുന്നു. ഉറങ്ങണ കൊച്ചിന്റെ കയ്യിൽ നിന്ന് എടുത്തോണ്ടെങ്കിൽ എത്ര വൃത്തികെട്ട മനുഷ്യന്, പുറമേന്ന് എത്ര ചിരിച്ചിട്ട് കാര്യമില്ല. ആ വൃത്തികെട്ട മനുഷ്യൻ എന്തായാലും ഞങ്ങൾ എല്ലാരും മനസ്സുകൊണ്ട് ഒരാളെയും പ്രാകാറില്ല. പക്ഷെ ആരും മാറ്റർ നമ്മ നോക്കാറില്ല, ആരോ ഒരു വിഷയത്തിന് നമ്മ പോകാറില്ല. നമ്മൾ നമ്മുടെ ഫാമിലി, നമ്മുടെ ഹാപ്പിനെസ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ പോകുന്ന ആൾക്കാരാ.
നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് ചൊറിയാൻ വന്നാൽ പോലും നമ്മ അങ്ങോട്ട് ചൊറിയാറില്ല. because it's a waste of time. എന്താ ചെയ്യണം, കഴിവത് അങ്ങനെയുള്ള ആൾക്കാരെ അവോയ്ഡ് ചെയ്യുകയേ ചെയ്യുള്ളൂ. അല്ലാതെ അവരുടെ പുറകെ കിടന്ന് അവരെ പ്രാന്ത അങ്ങനത്തെ ഒരു വൃത്തിയുടെ സ്വഭാവം നമ്മുടെ ഫാമിലിക്കേ ഇല്ല. അവോയ്ഡ് ചെയ്യുള്ളൂ. അങ്ങനത്തെ ഒരു പ്രശ്നവും അങ്ങനത്തെ ആൾക്കാരെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നെയാണെങ്കിൽ നമ്മൾ മാക്സിമം ഒഴിവാക്കേ ഉള്ളൂ. എന്ന് വെച്ചാൽ എന്തിന് നമ്മുടെ എനർജി നമ്മുടെ സന്തോഷങ്ങളാണ്, ഉള്ള സമയത്ത് സന്തോഷമായിട്ട് ജീവിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ആ കൊച്ചിൻ്റെ എടുത്തവര് ഈ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പഠിച്ചോളെ സാക്ഷിയായിട്ട് പറയണേന്ന് അനുഭവിക്കുക. അത് ആ കൊച്ചിന്റെ കയ്യിൽ നിന്ന് എടുത്തോണ്ട്, ഉറങ്ങണ കൊച്ചിന്റെ കയ്യിൽ നിന്ന് എടുത്തോണ്ട്. അവനൊന്നും കാര്യം അവന് എസ്സെടുത്തുണ്ടെങ്കിൽ അടുത്ത് പോലും ആൾക്കാരെ പറയാൻ സമ്മതിക്കില്ല. നോ നോന്ന് അപ്പൊ തന്നെ പറയുക കൊച്ച്. അപ്പൊ ഉറങ്ങി കിടക്കണ പൈതലൊന്നും അറിയണില്ല. അവിടെ കൈ കാണുമ്പോ തന്നെ എനിക്ക് കൈ കാണുമ്പോ തന്നെ സങ്കടം വന്നി എനിക്ക്. എവിടെ ഷെയ്ക്കണ്ടെന്ന് ഷെയ്ക്കാൻ അപ്പുറത്തായി ഷെയ്ക്കാൻ്റെ അവൻ ജനിച്ചിട്ട് ഇതുവരെ അങ്ങനെ കാലിയാക്കിയിട്ടുണ്ടാവൂല. അവൻ ജനിച്ചപ്പോ തന്നെ എല്ലാം ഇട്ടതാണ്, ഇതുവരെ കാലിയായിട്ടുണ്ടാവില്ല. കൈ കണ്ട് കണ്ട് ഞാൻ കൊറേ കരഞ്ഞിട്ടുണ്ട്. മഷു എവിടെയും കിടത്തൂല, എവിടെയും ഇരുത്തൂല. അങ്ങനെ എല്ലാവർക്കും അറിയാം മഷു ഓവർ പ്രൊട്ടക്റ്റീവ് ആയിട്ടൊരു തള്ളയാണ്. എന്ന് വെച്ചാൽ ഇല്ലാതെ കിട്ടിയ ഒരു കൊച്ചാണ്. അത് ആർക്ക് പറഞ്ഞാലും മനസ്സിലാവും. നമുക്കറിയാം, മഷുവിനെ അറിയണവർക്ക് എല്ലാവർക്കും അറിയാം കിട്ടാതെ കിട്ടുമ്പോഴൊരു എന്താണ് സംഭവം. എന്നിട്ട് ഞങ്ങൾ കുറേ പറഞ്ഞാണ് അവൾ ഇപ്പോൾ താഴെ വെക്കാൻ തുടങ്ങിയത്. 2 വർഷമായിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നത് ആ ഒരു മെന്റാലിറ്റി ആയത്. ഉറങ്ങണല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ വീട്ടിൽ പോകുമ്പോ എങ്ങനെ ഞാൻ കിടത്താറ് അങ്ങനെ ഒരു റൂമിൽ കിടത്തിയതാണ്. പക്ഷെ അവളെ കിടത്താൻ തുടങ്ങിയത് കഴിഞ്ഞ പരിപാടിക്കൊക്കെ പോയപ്പോ ഇതുപോലെ ഞാൻ തന്നെ പിടിച്ചോണ്ടിരിക്കും കയ്യിൽ. വന്നിട്ടില്ല, ഉറങ്ങി കിടന്ന് വെച്ചിട്ട് അതും ജസ്റ്റ് തൊട്ടപ്പുറത്തെ റൂം. ബീവിക്കൊക്കെ ഭയങ്കര സങ്കടമായി, അവരെ പിള്ളേർക്കും ഭയങ്കര സങ്കടമായി. ബിക്കോസ് അവരെ വീട്ടിൽ പോയിട്ട് അവർക്കും ഒരു ഇതായല്ലോ എന്ന് പറഞ്ഞിട്ട്. അല്ല അങ്ങനെയൊന്നും നടന്നിട്ടേ ഇല്ലെന്ന് പറയണം. അങ്ങനെ ആ സമയം നടന്നിട്ടില്ല. ആരും ഉന്നം വെച്ചെന്ന് എടുത്ത പോലെ തോന്നണത്. ഇത് വെൽ പ്ലാൻഡ് ആയിരുന്നു. പക്ഷെ നാണക്കെട്ടവർ ഇത് കാണുന്നില്ല. അപ്പൊ ഉളുപ്പ് എന്നുള്ളത് ഉണ്ടെങ്കിൽ അവർ നമ്മളെ അടുത്ത് അത് വന്ന് പറയും. വരണ ഒരു സമയം വരും, പടച്ചോണ്ട് എത്തിക്കും. അങ്ങനത്തെ ഒരു സമയം വരും. നമ്മൾ അത്ര നൊന്നിട്ട് ഇതുവാ ചെയ്തിട്ടുണ്ട്. കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ്. ആരും ധർമ്മമായിട്ട് ഫ്രീ ആയിട്ട് കിട്ടിയത് അങ്ങനെയൊന്നുമല്ല. നമ്മൾ കഷ്ടപ്പെട്ട് നീര് നമുക്ക് നമ്മുടെ പാരമ്പര്യമായിട്ട് കുറെ കിട്ടിയിട്ടൊന്നുമില്ല. ആർക്കും കിട്ടിയിട്ടില്ല. നമ്മൾ പേര് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ തന്നെയാണ് ഇത്. ഇപ്പൊ എല്ലാ വീട്ടിലും ടൈമിന് ഭക്ഷണമൊക്കെ കഴിക്കും. അങ്ങനെ നമ്മളെ വിചാരിക്കുമ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കും നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഫുഡൊക്കെ തിന്ന ആൾക്കാരാണ്, എപ്പോഴും ലാവിഷാണ്, അങ്ങനെ ഇങ്ങനെ. ഒന്നുമല്ല. ബേബിയൊക്കെ വീട്ടിലില്ലെങ്കിൽ പുറത്തൊക്കെ ആണെങ്കിൽ നമ്മളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ തിന്നോളൂ. തന്നെ തിന്നോളൂ. എന്നിട്ട് ഷൂട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് തിന്നുപോലും ഇല്ല. നമ്മളിപ്പോൾ അപ്പുറത്തെ വീട്ടിൽ ക്ലീൻ ചെയ്യാൻ ചേച്ചി വന്നിട്ടുണ്ട്. ബിക്കോസ് ഗസ്റ്റൊക്കെ വന്നല്ലേ. അപ്പോൾ അപ്പുറത്തെ വീടും വേണ്ടി വരും ഉറങ്ങാനൊക്കെ. അപ്പോൾ അതിനുള്ള ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് ഫുഡൊക്കെ നമ്മൾ തന്നെ ഇവിടെ കൊടുക്കും. ചായ മഴ തന്നെ ഉണ്ടല്ല, അതിലൊക്കെ ഇവിടെ തന്നെ കൊടുക്കും. ഇപ്പോൾ പറഞ്ഞ പോലെ അവർക്ക് ആ നല്ല മനസ്സ് തോന്നുന്നുണ്ടെങ്കിൽ, പഠിച്ചോനെ പേടിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് നമ്മളെ അടുത്ത് വന്ന് പറയട്ടെ, നമ്മളൊരു ഇഷ്യൂ ഉണ്ടാക്കൂല. അല്ലെങ്കിൽ അവർ കട്ടത് നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ പഠിച്ചോ കണ്ടിട്ടുണ്ട്. അവരത് വന്നില്ലെങ്കിൽ പഠിച്ച റബ്ബ് അത് കൊടുത്തോളും. എത്തിക്കല്ല നമ്മുടെ അടുത്ത് എന്നാലും എത്തിക്കും. കറ്റവൻ ആരെങ്കിലും നന്നായത് കണ്ടിട്ടുണ്ടോ? മനസ്സുള്ള ഒരാള് നന്നായിട്ടില്ല. അതുള്ള കാര്യം. നമുക്ക് മറ്റുള്ളവരോട് യഥാർത്ഥ സ്നേഹം, യഥാർത്ഥ ആ ഒരു സന്തോഷം. നമ്മ ഇപ്പൊ ഒരാളോട് ചിരിച്ചു കാട്ടുന്നതില്ലേ, മനസ്സിൽ നിന്ന് കാണിക്കണം, ഫേക്കായിട്ട് കാണിക്കരുത്. അപ്പുറത്ത് ഇവിടെ ഫേക്കായിട്ട് കാണിച്ച് ഒരു നാള് പടച്ചോൻ അതിനുള്ള തരും. ദൈവം പടച്ചോന്നൊക്കെ പറഞ്ഞ ആളില്ലേ, തരും. അങ്ങനെ നമ്മുടെ കണ്ണിൽ എത്ര പേരെ കാണിച്ചിട്ടുണ്ടെന്ന് പറയാം. പടച്ചോൻ നമ്മുടെ കണ്ണിൽ കാണിച്ചു തന്നിട്ടുണ്ട് ഇവര് നിങ്ങൾക്ക് നല്ലതല്ല. അതുകൊണ്ട് ദൈവത്തിൽ എന്താ പറയുക, ദൈവത്തിൽ വിശ്വസിക്കുക, പടച്ചോനെ വിശ്വസിക്കുക. എന്ത് വിഷമം ഉണ്ടെങ്കിലും അവരോട് നമ്മ ദൈവത്തിനോട് ഷെയർ ചെയ്യുക. നമ്മുടെ വിഷമങ്ങൾ പറയുമ്പോൾ അതിനുള്ള മാർഗവും ദൈവം തരും. കുറച്ച് ലേറ്റ് ആയിട്ടായാലും പടച്ചോൻ അത് നമുക്ക് ഏറ്റവും അറിയണ ഒരു കാര്യമാണ്. നമ്മൾ എത്ര വിഷമിച്ചിട്ടുണ്ടെങ്കിലും അതിനുള്ള മറുപടി, എന്തെങ്കിലും ഒരു വിഷമം തന്നെയാണെങ്കിൽ അതിനൊരു മറുപടി ലേറ്റ് ആയിട്ടുണ്ടെങ്കിലും തന്നിരിക്കും. പക്ഷെ അവന്റെ ഡാഡ അവന്റെ കൈ അങ്ങനെ കാലിയാവാൻ സമ്മതിക്കൂല. ഇന്ന് രാവിലെ തന്നെ പോയിട്ടുണ്ട് വേറെ മേടിക്കാൻ. നമ്മൾ പോയില്ല, ബിക്കോസ് എനിക്ക് 1-2 ഷൂട്ട് കംപ്ലീറ്റ് ആക്കാനുണ്ടായിരുന്നു. പിന്നെ സോനു അവിടുത്തെ പരിപാടിയൊക്കെ നോക്കാനുണ്ടായിരുന്നു. ക്ലീനിങ്ങിന്റെ അതിലൊക്കെ വീട് ക്ലീൻ ചെയ്യണം. അവിടെ പോയിട്ട് അളവൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട്. സഹിക്കണില്ല ഇതിന്റെ കൈ കണ്ടിട്ട് ഇങ്ങനെ കാലിയായിട്ട്. ബേബി ഒരാളെ പറ്റി ഇത് പറയണതോ അല്ലെങ്കിൽ ഞാൻ കേട്ടിട്ടില്ല, പക്ഷെ ബേബി മനസ്സ് അത്ര പെയിനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവര് വരോടി, നീ വിഷമിക്കണ്ട, അവര് വരും. ഇത് പോയാൽ നമുക്ക് വേറെ പടച്ചോൻ വേറെ വഴി തരും. അത്ര നമ്മളാർക്കും
കേട് ഇതാക്കിയിട്ടില്ല. അതന്നെ നെഗറ്റീവ് നമ്മൾ ഉറങ്ങണ കൊച്ചിന്റെ കയ്യിൽ നിന്ന് എടുത്തോണ്ടെന്ന് പറയുമ്പോഴേ നമുക്കൊന്നും തോന്നാൻ പോലും തോന്നൂല. ഇങ്ങനെ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ബേബീസ് അവരൊന്ന് കൊഞ്ചിക്കാൻ പോലും നമുക്ക് ഇതാക്കൂല. നമ്മൾ ഇങ്ങനെ പോലും ഇല്ല. കഴിക്കണ സമയം നോക്കിയിട്ട് എടുത്തോണ്ട് ഇതൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. അടുത്തടുത്ത് എല്ലാ റൂംസ് അടുത്ത് കഴിക്കണ ഹോളടുത്ത് ഈ റൂം അടുത്ത് നമുക്ക് നടക്കണ ദൂരമേ ഉള്ളൂ. കുറവ് ആൾക്കാരുണ്ടായിരുന്നുള്ളൂ ഗസ്റ്റ് ആയിട്ട്. എന്താന്ന് അത് നമുക്ക് നിങ്ങൾ ദുആ ചെയ്യുക. എല്ലാവരും നമുക്ക് വേണ്ടി ദുആ ചെയ്യും. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമുക്ക് വേണ്ടി ദുആ ചെയ്യും. അതെന്തായാലും കിട്ടണം. ബിക്കോസ് കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഏൺ ചെയ്തതാണ്. സോ ഇൻഷാ അല്ലാഹ് കിട്ടട്ടെ. അപ്പോൾ ഞാനിപ്പോൾ എബുവിനായിട്ട് പുറത്തു പോകാനുള്ള ടൈമായി. മോസ്റ്റ് പ്രൊബാബ്ലി സൈഗും വരുമായിരിക്കും. നടക്കാൻ പോകുന്നത് അപ്പോൾ അവരായിട്ട് താഴെ പോട്ടെ. എന്നിട്ട് നമുക്ക് അടുത്ത പരിപാടി നോക്കാം അല്ലേ? സൈഗു വന്നുണ്ടാ? ബാ എബു കം ലെറ്റ്സ് ഗോ. ബാ മോനെ. ഇങ്ങനെ ഒരു 5:30 ഒക്കെ ആകുമ്പോൾ എബുവും സൈഗുനായിട്ട് ഞാൻ പുറത്ത് വരും. അവരെ നടപ്പിക്കാൻ കളിപ്പിക്കാനൊക്കെ. അപ്പോൾ സൈഗു ഇവിടെ എത്തി, താഴെ എത്തി. എബുവിനെ അങ്ങനെ വിടാൻ പറ്റൂല, ബാലൻസിങ് പറ്റൂല. എബു അപ്പോൾ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് നടക്കുക. പാവൻ്റെ പൈതലിൻ്റെ കൈ കാണുമ്പോൾ സങ്കടം വന്നു എനിക്ക്. ഭയ്യനെ ഹഗ്ഗാക്കേ. ഗോ ഹഗ് ഭയ്യ. ഓടല കുഞ്ഞി, കുഞ്ഞോടലമ്മ. എബുന്റെ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ട് വൈദവേ, കാണിച്ചു തരാം കേട്ടാ. എൻ്റെ കുഞ്ഞിനിക്ക് ബാക്കിൽ നിറച്ച ഹെയർ ആയിരുന്നില്ല. വീയോട്ടാ മോനെ, ഓടല്ലേ ഓടല്ലേ കുഞ്ഞി. എബുന്റെ ഹെയർ നോക്കിയേ, ബാക്കിൽ നിന്നൊക്കെ എടുത്ത് കട്ടാക്കിയിട്ടുണ്ട്. ഷോർട്ടാക്കി. ബാക്ക് ഫുൾ ഹെയർ ആയിരുന്നു, അതൊക്കെ എടുത്ത് ഷോർട്ടാക്കി. പക്ക ഒരു ബോയ് ബേബി ആയി. ബാക്ക് നിറച്ച ഹെയർ ആയിരുന്നു. അത് കേളി ആയതുകൊണ്ട് ചുരുണ്ടിരിക്കണമായിരുന്നു. ഇവിടെ വരെ ഉണ്ടായിരുന്നു കുളിപ്പിക്കുമ്പോൾ ഒക്കെ. അപ്പോൾ അതൊക്കെ പോയി. അരബു മുട്ട നമ്മുടെ ബേബി ചക്കര മോൻ. നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് താഴെ ഇറങ്ങി വരുമ്പോൾ ഇവിടെ കുറേ വില്ലാസ് ഉണ്ട്. പരമ്പ എന്താ പറയുന്നത് അതിന്? പാടമുണ്ട്. ഷോയുധ പാടം. ഇപ്പോൾ അതിനാണ് വന്നെ. ഓ ഇങ്ങോട്ട് കുറേ വേസ്റ്റും ഉണ്ട്. ബിക്കോസ് കൺസ്ട്രക്ഷൻസ് ഗോയിങ് ഓൺ അല്ലേ. അപ്പോൾ അതിൻ്റെതായ വേസ്റ്റൊക്കെ ഉണ്ടാവും. ഫ്ലവർ ടോയ് താഴെ. താങ്ക് യു. ബാക്ക്ഗ്രൗണ്ട് മാത്രം ചവറായി പോയി. അതൊക്കെ എടുക്കല്ലേ. എബു ഫ്ലവർ കാണിച്ചേ. വിച്ച് കളർ ഫ്ലവർ നോക്കട്ടെ. ഫേസ് കാണില്ല ഇതിൻ്റെ. വിച്ച് കളർ ഫ്ലവർ? വിച്ച് കളർ? ഹിക്കപ്സ് ഉണ്ടെന്ന് തോന്നുന്നു. വെള്ളം കുടിക്കണമെന്നോ. ഇത് പയ്യെ കളിക്കണോക്കെ. നിലത്ത് വെക്കല്ലേ കൈ നിലത്ത് വെക്കല്ലേ, അഴുക്കാവണല്ലേ. ഗൈസ് അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ന്യൂ ഗോൾഡ് എത്തിച്ചിട്ടുണ്ട്. വിതിൻ 2-3 days തന്നെ നമ്മൾ മേടിച്ചു. മാഷാ അല്ലാ. എന്താണ് ബോക്സ് ന്യൂ വൺ. മാഷാ അല്ലാ. വാവ്, മറ്റേതിനെക്കാളും അടിപൊളിയാണല്ലോ. നൈസ് വൺ. വാവ്, മാഷാ അല്ലാ. മാഷാ അല്ലാ, അടിപൊളിയാണ്. പൊളിയായിട്ടുണ്ടല്ലോ. മാഷാ അല്ലാ. ന്യൂ വാവ്. നീ എടുത്ത പോയത് കണ്ടിട്ടുണ്ടോ ഇപ്പോ? ആരെങ്കിലും എടുത്ത് പോയത് കണ്ട? പേടിയുണ്ടല്ലോ. ഇറ്റ്സ് ഓക്കെ, പോട്ടെ. ബാംഗിള് നോക്കട്ടെ, കൈ നോക്കട്ടെ, അത് കറക്റ്റായി നോക്കട്ടെ. ഇട്ടത് നൈസ് വൺ. പേടിക്കണ്ട. അതാണ് പഠിച്ചോണ്ടേ. എടുത്തവർ കാണുന്നുണ്ടല്ലോ. അവന് എബുന്റെ വാള ഞാൻ എടുത്തോളൂ. എബിട്ടോ ഇട്ടോ 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 എബിട്ടോ കയ്യിലിട്ടോ. കൊച്ചിന് ഇപ്പോഴാണ് ഓർമ്മ വന്നേന്ന് തോന്നുന്നു. വാളയുടെ ബ്രേസ്ലെറ്റിന്റെ
കയ്യിലിടണത് അതിലുണ്ട് കുഴപ്പമില്ല ഇട്ടോ ഇട്ടോ. എടുത്ത് കണ്ടിട്ടുണ്ട് ബുനി ഇതിപ്പോ ഞാൻ തൽക്കാലം വാങ്ങിച്ചാണ്. ഇനിയിപ്പോ ഇത് വേറെ പണിയിപ്പിക്കാൻ കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഉണ്ടായിരുന്ന കുറച്ചും കൂടെ ഇത്രയും വീതികളായിരുന്നു. വീതി ഉണ്ടായിരുന്നു. അപ്പൊ അത്രയും വീതിയുള്ള അവിടെ നിലവിലില്ല. അപ്പൊ ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അതൊരു 1 വീക്കിനുള്ളിൽ കിട്ടും. അപ്പൊ ഇത് കൊടുത്തിട്ട് ആ വീതിയുള്ള വാങ്ങിച്ചത്. എന്താ വെച്ചാൽ ആദ്യം നമ്മള് ഇതേപോലെ തന്നെ ഒരു 1 വീക്ക് ടൈം എടുത്തിട്ട് നമ്മള് ചെയ്യിപ്പിച്ചതാണ്. എത്രയോ 1.5 പൗണ്ടിന് മേലെ ഉണ്ടായിരുന്നത്. അതാണ് ഇപ്പൊ അത്രയും വീതികൾ അവിടെ നിലവിലില്ല. പക്ഷെ അതൊരു ആഴ്ചക്കുള്ളിൽ വരും. അപ്പോഴത്തേക്ക് ഇത് കൊടുത്തിട്ട് നമ്മള് അത് വാങ്ങിക്കും. ഞാൻ എടുത്ത് വെച്ചേക്കാം. പിന്നെ ഇന്നാണ്ട് ഒരു സംഭവം എനിക്ക് മനസ്സിലായത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുകൂട്ട് ഗോൾഡൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് നമുക്ക് 1 വർഷത്തെ ഇൻഷുറൻസ് ഉൾപ്പെടെയാണ് അവർ നമുക്ക് ബില്ല് ചെയ്ത് നമുക്ക് തന്നത്. ആ ബില്ല് പേപ്പറിന്റെ ഏറ്റവും ബാക്കിൽ ഇൻഷുറൻസ് പേപ്പറും ഉണ്ടാവും. അത് 1 വർഷം വരെ അതിന് വാലിഡിറ്റി ഉണ്ട്. ആ 1 വർഷത്തിനുള്ളിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഗോൾഡ് കളഞ്ഞു പോയാലോ ആരെങ്കിലും ഇതേപോലെ കട്ടിട്ടുണ്ടെങ്കിലോ നമുക്ക് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റെസിപ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഷുറൻസുകാർ ക്ലെയിം ചെയ്ത എമൗണ്ട് നമുക്ക് തരും. പക്ഷേ ഇപ്പോൾ ബ്രൂവിൻ്റെ പോയിട്ട് കറക്റ്റ് എന്താ പറയുക അല്ല പോയിട്ടുണ്ട്. ഒരു കഴിഞ്ഞ വർഷം 2024 ഫെബ്രുവരിയിലാണ് നമ്മൾ അത് വാങ്ങിച്ചത്. അതുകൊണ്ടിട്ട് അതിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞ് നമുക്കറിയില്ല. ഞാൻ ഇന്നിപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് അവർ ഇതുപോലെ മാനേജർ ഇതുപോലെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക്, മാനേജറിൻ്റെ ഫ്രണ്ടാണ്, അപ്പോൾ പുള്ളിക്കാർ ഇതുപോലെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇത് നേരത്തെ മനസ്സിലായിരുന്നെങ്കിൽ ഞാൻ അത് പുതുക്കിയേനെ. മനസ്സിലായോ? ഇപ്പം നമ്മുടെ ഉള്ള ഗോൾഡൊക്കെ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇത് ഇൻഷുറൻസ് കാലാവധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം റിന്യൂവൽ ചെയ്യണത് നല്ലതായിരിക്കും. ഇതേപോലെയൊക്കെയുള്ള എപ്പോഴാണെങ്കിൽ സംഭവിക്കാമല്ലോ, നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളല്ലേ ഇത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത അപ്പൊ എപ്പോഴാണെങ്കിൽ സംഭവിക്കാം. അപ്പൊ ഇതേപോലെ നമുക്ക് 1 ഇയർ ഇൻഷുറൻസ് ഉണ്ടാവും, ക്ലെയിം ചെയ്ത് കിട്ടും. പക്ഷെ ഇത് അതിന്റെ വാലിഡിറ്റി ഒക്കെ കഴിഞ്ഞു. പക്ഷെ അന്ന് പശുവിന്റെ ഒരു നെക്ലസ് പോയില്ലേ കാസർഗോഡ് വെച്ചിട്ട് ഡയമണ്ടിന്റെ, അന്ന് എടുത്തിട്ട് 3-4 മാസമായിട്ടുണ്ടായിരുന്നുള്ളൂ. അന്ന് നമുക്കിത് അറിയായിരുന്നെങ്കിൽ അന്ന് ക്ലെയിം ചെയ്യാറുണ്ട്. എന്താണ് കയ്യില്? ഓ അതെന്താന്നറിയോ, അവന് സർപ്രൈസ് ഒറ്റക്ക് കൊടുക്കണം. അതാണ് പ്രശ്നം. ഇപ്പൊ നമ്മ എല്ലാരും വാവ് പറഞ്ഞല്ല. അത് മാത്രമല്ല അവരിങ്ങനെ ഷൂട്ട് ചെയ്യണത് ഇഷ്ടമല്ല. ഷൂട്ട് ചെയ്യാതെ അവന്റെ പ്രൈവറ്റിലായിട്ട് വേണ്ട, ഇഷ്ടമല്ല. കൈമാറ്റാണ്. നോ പാപ്പരാസികൾ, നോ പാപ്പരാസി. കുറച്ച് കട്ടി കൂടുതലുണ്ട്. അപ്പൊ കാര്യങ്ങൾ അത്രയും കാണും. ഇപ്പൊ കുറച്ച് സമാധാനമായോണ്ട് കൈ കണ്ടിട്ട്. പിന്നെ എന്തായാലും നമുക്ക് വേറെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്, പാക്കിങ് അത് ഇതൊക്കെ. അവൻ കളിച്ച് ഭയങ്കര ടയർഡായിരിക്കണം. അത്ര ഓടിനകത്ത് കളിച്ച് നോക്കി എനിക്ക് എന്തൊക്കെ കാര്യങ്ങള് വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പൊ ഇതുപോലെ പിള്ളേരൊക്കെ ഉള്ള ഏതൊരു ഉമ്മമാരും അപ്പമാരും എല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എവിടെ പോയാലും പിള്ളേരുടെ ശരീരത്ത് ഗോൾഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും കൂടെ തന്നെ ഉണ്ടാകണം. പിള്ളേരുടെ ഒരു കണ്ണ് വേണം, അത് എവിടെയാണെങ്കിലും. അതാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ലൈഫിലൊരു പാഠമാണ്. നമ്മളത് മനസ്സിലാക്കുക. ഏത് ടൈമിലും എന്തും എത്ര അടുത്തുള്ളവരുടെ കയ്യിൽ പോലും സംഭവിക്കാം. പോയി കഴിഞ്ഞിട്ട് പിന്നെ അവരിവരെയും കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല. പിന്നെ അറിയാലോ, ഈ കട്ട മുതൽ വെച്ചിട്ടൊന്നും ഒരാളും നന്നാൻ വേണ്ടി പോണില്ല. ഇന്നവരെ അങ്ങനത്തെ ഒരു ചരിത്രം ഉണ്ടായിട്ടുമില്ല. അത്രേ ഉള്ളൂ. ബാക്കി എല്ലാം അള്ളാന്റെ കയ്യിൽ, അള്ളാഹ്ക്ക് വിട്ടു കൊടുത്തേക്കണേ. ഓക്കെ, ഇതെന്താ വെച്ചാ ഇനി വേറെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്, പാക്കിങ് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യണം. വി ഹാവ് ടു ഗോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഇൻഷാല്ലാ. അപ്പോൾ ടീം ഇട്ട് പോയി ജോയിൻ ചെയ്യാൻ ആരും മറക്കല്ലേ. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ഒക്കെ ഇട്ടിട്ടുണ്ടാവും. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട് ആൻഡ് ജോയിൻ ടീം ഇൻ്റർവൽ. ഇറ്റ് ഈസ് റിയലി യൂസ്ഫുൾ ഫോർ യുവർ കിഡ്സ്. അപ്പോൾ വിൽ സീ യു ഓൾ ഇൻ എ വെരി നെക്സ്റ്റ് വീഡിയോ. ബൈ.